ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ധ്യാനം ചെയ്യേണ്ട വിധാനത്തിലെ പാർട്ട് 3ലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന് പരിപൂർണ വിശ്രമമാണ്. അതുകൊണ്ട് തന്നെ കണ്ണടച്ചിട്ട് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതായത് മനസ്സിന് ശൂന്യം ചെയ്യാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളവിടെ ഒരു രൂപത്തിനെ കൊണ്ടുവരികയോ എന്തെങ്കിലും ഒരു രൂപത്തിനെ വിഷ്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ഒരു ശബ്ദമോ ഒന്നും ഉണ്ടാക്കരുത്. ധ്യാനം എന്നാൽ യോഗ ചിത്തവൃത്തി നിരോധമാണ്, ആലോചനാരഹിത സ്ഥിതിയാണ്, മനോശൂന്യ സ്ഥിതിയാണ്. ശൂന്യമായ മനസ്സാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. മനസ്സ് ശൂന്യമാകുമ്പോൾ മാത്രമാണ് നമ്മൾ തന്നെയാണ് ആ ദിവ്യാത്മസ്വരൂപം, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ് ദൈവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് എപ്പോൾ എവിടെ വേണമെങ്കിലും എനി ടൈം എനിവേർ നമുക്ക് ധ്യാനം ചെയ്യാം. ധ്യാനത്തിന് നമുക്ക് മെൻസസ് ആയാൽ അതൊന്നൊരു പ്രശ്നമല്ല. എന്താ വെച്ചാൽ ധ്യാനത്തിന് അയിത്തോ ഇല്ല. ധ്യാനം മരണ വീട്ടിൽ പോയാലും ചെയ്യാം, ശ്മശാനത്തിൽ പോയിട്ട് ഇരുന്നിട്ടും ചെയ്യാം, കക്കൂസിൽ പോയി ഇരിക്കുമ്പോൾ പോലും അബ്സർവ് ചെയ്യണം. നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ബ്രത്തിനെ അബ്സർവ് ചെയ്യാനാണ് VMC പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിന് പരിപൂർണ്ണ വിശ്രമമാണ്. ഓക്കെ, ധ്യാനം ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് ചെയ്യാം, ഏതൊരു സമയത്തും ചെയ്യാം, യാത്രകളിൽ ചെയ്യാം. എവിടെയെങ്കിലും പോയിട്ട് നമ്മളൊരു കാര്യത്തിന് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് കിട്ടണില്ലെങ്കിൽ അവിടെ 5 മിനിറ്റ് കണ്ണുകൾ അടയ്ക്കുക, 10 വിരലുകളും കോർത്ത് പിടിച്ച് സുഖമായിട്ട് ഇരുന്ന് കാലുകൾ ക്രോസ് ചെയ്യാം. അതായത് ഇപ്പോൾ കാല് നിലത്ത് തൂക്കിയിട്ടിട്ട് ഇരിക്കാനാണ് വെച്ചാൽ ആ കാൽപാദങ്ങൾ ക്രോസ് ചെയ്യാൻ എന്താ പ്രശ്നം? എവിടെ വേണമെങ്കിലും ധ്യാനം ചെയ്യാൻ, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. സോഫയിലിരിക്കാം, കസേരയിലിരിക്കാം, ചുമരിൽ ചാരിയിരിക്കാം, കാല് നീട്ടിയിരിക്കാം. പക്ഷെ കാൽപാദങ്ങൾ ക്രോസ് ചെയ്യണം, കണ്ണടയ്ക്കണം, 10 വിരലുകളും കോർത്ത് പിടിക്കണം. അത്രയേ ഉള്ളൂ. സഹജമായിട്ടുള്ള ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ എവിടെ ഇരുന്നാൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതവിടെ ചെയ്യാമല്ലോ, അതൊന്നൊരു പ്രശ്നമേ അല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോൾ ധ്യാനം ചെയ്യുമ്പോഴും നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്ക്, അതായത് ശ്വാസമാണ് നമ്മുടെ ഗുരു, ആ ഗുരുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റാരെയും അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു രൂപത്തെയും കൊണ്ടുവരരുത്. ആ ഗുരുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആ ഒരു ദിവ്യമായിട്ട് വിനയത്തോടും സഹനത്തോടും നന്ദിയോടും കൂടിയിട്ട് ആ ഗുരുവിനെ അറിയാൻ, സഹജമായി നമ്മൾ സംഭവിക്കുന്ന ശ്വാസക്രിയയെ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളിൽ അപാരമായിട്ടുള്ള വിനയവും നന്ദിയും നമ്മുടെ മാതാപിതാക്കളോട് ഉണ്ടായിരിക്കണം, ജന്മം തന്ന മാതാപിതാക്കളോട്. അതേപോലെ തന്നെ ഗുരു കാരണവന്മാരോട്, ഗുരു പരമ്പരകളോട്, അതേപോലെ ഈ ധ്യാനം പഠിപ്പിക്കുന്ന വ്യക്തിയോട്. ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിയാണ് എനിക്ക് ഈ ധ്യാനം പഠിപ്പിച്ചത്. ആ മഹാത്മാവിനോട് പരിപൂർണ നന്ദിയോടെ അല്ലാതെ ഒരു ദിവസമോ ഒരു നിമിഷമോ എനിക്കില്ല. അതേപോലെ തന്നെ ഈ ധ്യാനം പറഞ്ഞ് പഠിപ്പിക്കുന്ന VMCയോട്, ഇത് പറഞ്ഞ് ഏത് ശബ്ദത്തിലൂടെയാണോ നിങ്ങൾ കേൾക്കുന്നത് എന്നോട് എല്ലാം ഹൃദയപൂർവ്വം നന്ദി. അതായത് നന്ദി പറയാൻ കഴിവുള്ളവർക്ക്, അത്രയും ഹൃദയപൂർവ്വം ആത്മാവിൽ നിന്ന് നന്ദി പറയാൻ കഴിവുള്ളവർക്ക് ആ പ്രകൃതിയുടെ പരിപൂർണ്ണ അനുഗ്രഹം ഉണ്ടാവുന്ന, നന്ദി റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ, ആ നന്ദി തിരിച്ച് നമ്മളിലേക്ക് ഒഴുകുമെന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ശ്വാസമാവുന്ന ഗുരുവിനെ, സഹജമായി നമ്മൾ സംഭവിക്കുന്ന ശ്വാസത്തെ ഒരു സാക്ഷിയെ പോലെ അറിയാൻ ശ്രമിക്കുക.